അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അവനോട് ചോദിക്കുക എന്നുള്ളത്. എന്തു കാര്യങ്ങളായാലും അള്ളാഹുവിനോട് നമ്മൾ എത്ര തവണ ചോദിച്ചാലും അള്ളാഹുവിനിക്ക് വളരെ തൃപ്തിയാണ് എന്ന് ചില കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമതായിട്ട് എല്ലാ നിസ്കാരങ്ങൾക്കും പൊതുവായി കൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. അതുപോലെ തന്നെ ഓരോ വഖത്ത് നിസ്കാരത്തിനും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് വിശദീകരിക്കുന്നത് എല്ലാ നിസ്കാരങ്ങൾക്കും ഏതൊരു സാധാരണക്കാരനും നിർവഹിക്കാവുന്ന രൂപത്തിലുള്ള ചെറിയ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്കിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി തന്നെ ദുആഇന് നമുക്ക് വേണ്ടത് ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള വാചകം. എല്ലാ സ്തുതികളും സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അനുഗ്രഹത്തിന്റെ തോതനുസരിച്ചും അതിലധികവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതികളും എന്നുള്ള ദുആ ആണ് ആദ്യമായിട്ട് നമ്മുടെ ഇടയിൽ സാധാരണ നിർവഹിച്ചു പോരുന്ന ദുആ. ഈ ദുആ ആണ് തുടക്കത്തിൽ നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്നുള്ള ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും അതിനുശേഷം ചൊല്ലണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലും അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്നാണ് സ്വലാത്ത്. അതിനുശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബന വഖതായാന കുല്ലഹ അല്ലാഹുമ്മ നഇശ്ന വജ്ബുർന വഹ്ദിന ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ് ഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹ വലാ യസ്രിഫു സയ്യിഅഹ ഇല്ലാ അൻത തവഫന മുസ്ലിമീന വഅൽഹിഖ്ന ബിസ്സാലിഹീൻ. ഈ ദുആ ആണ് നിർവഹിക്കേണ്ടത്. അതിന്റെ അർത്ഥം അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബന വഖതായാന കുല്ലഹ, അല്ലാഹുവേ ഞങ്ങളുടെ സർവ്വവിധ തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ അല്ലാഹ്. അല്ലാഹുമ്മ നഇശ്ന വജ്ബുർന വഹ്ദിന ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്, ഞങ്ങളുടെ സ്ഥാനങ്ങൾ ഉയർത്തുകയും ദാരിദ്ര്യത്തെ നീ അകറ്റുകയും നല്ല പ്രവർത്തനത്തിലേക്കും സ്വഭാവത്തിലേക്കും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ. ഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹ വലാ യസ്രിഫു സയ്യിഅഹ ഇല്ലാ അൻത്, നന്മയിലേക്ക് മാർഗദർശനം നൽകാനും തെറ്റിനെ ഞങ്ങളെ തൊട്ട് തിരിച്ചു കളയാനും നിനക്കല്ലാതെ സാധ്യമാകുകയില്ല. അതുപോലെ തന്നെ തവഫന മുസ്ലിമീന, ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കി മരിപ്പിക്കണമേ. വഅൽഹിഖ്ന ബിസ്സാലിഹീൻ, സജ്ജനങ്ങളായ സച്ചരിതരായ ആളുകളോട് കൂടെ ഞങ്ങളെയും നീ ചേർക്കണമേ എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നിട്ട് അല്ലാഹുമ്മ റസുഖ്ന ഹജ്ജ ബൈത്തിക്കൽ ഹറം വസിയാറത റൗളത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സിഹ്ഹത്തി വൽ ആഫിയത്തി ഖബ്ല അൻ തുമീതന മിറാറൻ യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, പരിശുദ്ധമായ ഹറമിൽ നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുവാനും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം അല്ലാഹ്. മഅ സിഹത്തി വൽ ആഫിയത്തി ഖബ്ല അൻ തുമീതന മിറാറൻ യാ അർഹമർ റഹീമീൻ. ആയുരാരോഗ്യത്തോടുകൂടെ ഞങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് പല പ്രാവശ്യം നീ ഞങ്ങൾക്ക് അതിന് ഭാഗ്യം നൽകണമേ അല്ലാഹ് എന്നാണ് ഈ ദുആയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലി വാലിദീന വലി മശായിഖിന വലി അസാത്തീദിന വലിമൻ ലഹു ഹഖ്ഖുൻ അലൈന വലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ
പുറത്തു തരികയും ഞങ്ങൾക്ക് നീ കരുണ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മശായിഖന്മാർക്കും ഞങ്ങളുടെ ഉസ്താദന്മാർക്കും ഞങ്ങളുടെ മേൽ ബാധ്യതയുള്ളവർക്കും എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും നീ പുറത്തു തരുകയും കരുണ ചെയ്യുകയും ചെയ്യണേ എന്നാണ് ഈ ദുആയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് തവഫന മുസ്ലിമീന വ അൽഹിഖ്ന ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കലാമിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആക്കണമേ അല്ലാഹ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളായി ഞങ്ങളെ നീ മരിപ്പിക്കണം, സ്വാലിഹീങ്ങളോട് കൂടെ ചേർക്കുകയും ചെയ്യണം എന്നാണ് ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും നീ നന്മ ചെയ്യുകയും നരകശിക്ഷയെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ നൽകുകയും ചെയ്യണേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. നിശ്ചയം നീ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. നിശ്ചയം നീ പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ. ഓ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനായ നാഥ, നിന്റെ കരുണ കൊണ്ട് നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ നമ്മൾ അവസാനിപ്പിക്കണം. ഇതാണ് ഒരു ഏകദേശ ലളിതമായ ഒരു ദുആഇന്റെ രൂപം. ഇനി തുടക്കം മുതൽ ഒന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ വഖതായനാ കുല്ലഹാ. اللهم نعشنا وجبرنا وهدنا لصالح الأعمال والأخلاق إنه لا يهدي لصالحها ولا يصرف سيئها إلا أنت توفنا مسلمين وألحقنا بالصالحين. اللهم ارزقنا حج بيتك الحرام وزيارة روضة نبيك محمد صلى الله عليه وسلم مع الصحة والعافية قبل أن تميتنا مرارا يا أرحم الراحمين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن له حق علينا ولجميع المسلمين والمسلمات. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. എല്ലാ സുഹൃത്തുക്കളും ഈ ദുആ പരമാവധി നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുആയിലൂടെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും അവൻ തൗഫീക്ക് നൽകട്ടെ. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.